ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് തന്തപ്പേര്, ലൈഫ് ഓഫ് എ ഫാലസ്. കാരണം എന്താണെന്ന് വെച്ചാൽ IFFKയിൽ ഓഡിയൻസ് പോളിനുള്ള രജത ചകോരം അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, എൻ്റെ വിഷയത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്നുള്ളതായിരുന്നു. അത് യാഥാർത്ഥ്യമായതിൻ്റെ ഒരു വലിയ സന്തോഷം അതിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. സാധാരണ സിനിമകൾ എടുക്കുന്ന സമയത്ത് നമുക്കും എന്താണ് പറയാനുണ്ടാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ഒരു സിനിമ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു വിപണി സമവാക്യങ്ങളൊക്കെ ഒപ്പിച്ച് ഒരു 100 കോടി ക്ലബിലേക്ക് എത്താവുന്ന ഒരു സിനിമയാണോ ചെയ്യേണ്ടത്, അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു സിനിമയാണോ ചെയ്യേണ്ടത് എന്ന 2 ഓപ്ഷന് മുന്നിൽ ഞാൻ തിരഞ്ഞെടുത്തത് എനിക്കിഷ്ടമുള്ള സിനിമയാവണം അടുത്തത് എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് തന്തപ്പേര് ഉണ്ടാവുന്നത്. തന്തപ്പേരിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ എത്ര പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ആ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോഴാലോചിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നത്. കാരണം ഓരോ പ്രതിസന്ധിയും ആസ്വദിച്ചാണോ ചെയ്തത്. ഓരോ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സിനിമ ഉണ്ടാവുന്നതിന് വേണ്ടി അത് സഹിക്കുകയായിരുന്നില്ല, അത് ഒരു തരത്തിലുള്ള ആനന്ദമായിരുന്നു ആ സൃഷ്ടി പൂർത്തിയാക്കുക എന്നുള്ള രീതിയിൽ. കാരണം ഒരു സിനിമയെ ഒരിക്കലും പ്രൊഡക്റ്റായിട്ടല്ല നമ്മൾ കാണുന്നത്, ഒരു സൃഷ്ടി തന്നെയായിട്ടാണ്. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് പറയും, കവിത എഴുതുന്നത് പോലെ എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ കഴിയുക എന്ന്. അപ്പോൾ അത്തരമുള്ള ഒരു ആഗ്രഹത്തിൻ്റെ, അങ്ങേയറ്റത്തെ ആഗ്രഹത്തിൻ്റെ ഒരു കുഞ്ഞു ശ്രമം, ഒരു കുഞ്ഞു ഇടപെടലായിരുന്നു തന്തപ്പേരിലൂടെ ശ്രമിച്ചത് എന്നാണ്. തന്തപ്പേരിന് എൻ്റെ ഇടയിലുണ്ടായ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ ഭാഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരം കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അയാൾ സംസാരിക്കുമ്പോഴുള്ള അയാളുടെ ചലനങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ്. അപ്പം ചോലനായിക്ക വിഭാഗത്തിൽ നിന്ന് അവരുടെ സിനിമ ഉണ്ടാകുമ്പോൾ അവരുടെ ഭാഷ തന്നെ ആവണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പം ആ ഭാഷ എന്ന് പറയുന്നത് തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു ഇങ്ങനെയുള്ള ഭാഷകളുടെ ആദി ദ്രാവിഡ സ്വഭാവമുള്ള ഭാഷയാണ് ചോലനായിക്കരുത്. അപ്പം ലിപി ഇല്ല എങ്കിൽ പോലും 200-ലധികം പേര് ഇപ്പോഴും സംസാരിക്കുന്ന ആ ഭാഷയാണ്. പക്ഷേ സിനിമ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ആ ഭാഷയിലേക്ക് സംഭാഷണങ്ങൾ മാറുന്ന സമയത്ത് അഭിനയിക്കുന്ന ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ പലപ്പോഴും പല വാക്കുകളും മറന്നു പോകുന്നത് ഞാനിങ്ങനെ കാണും. കാരണം ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്തായിരുന്നു പൂമ്പാറ്റയുടെ ചോലനായിക്ക പദം എന്ന് അവർ അന്വേഷിക്കുന്ന ഉദാഹരണമാണ്. അങ്ങനെ അന്വേഷിക്കുന്ന അവസ്ഥയിൽ ചുണ്ടിൽ വെച്ച് ഭാഷ മരിച്ചു പോകുന്നത് നമ്മളിങ്ങനെ നേരിട്ട് കാണുക. കാരണം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം മാതൃഭാഷയുടെ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി കാണാതെ പഠിച്ച ആ വിഷയം ഞാൻ ജീവിതത്തിൽ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു അങ്കലാപ്പും അത്ഭുതവുമായിരുന്നു ചോലനായിക്ക വിഭാഗത്തിൻ്റെ സിനിമയിൽ നിന്ന് അവരുടെ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാളം, കേരളത്തിൻ്റെ മാതൃഭാഷ മലയാളമാവുമ്പോഴും മലയാളം മാതൃഭാഷയല്ലാത്ത 20-ലധികം ഭാഷകൾ സംസാരിക്കുന്ന വിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്, സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം നമ്മളിപ്പോഴും നമ്മുടെ മാതൃഭാഷയുടെ ഒരു അധികാര പരിധിക്കുള്ളിൽ ആ ഭാഷയെ തളച്ചിടുകയും നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റൊരു ഭാഷ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മലയാളത്തെ കാണുന്നത്. അപ്പം സ്വന്തം സ്വപ്നങ്ങളിലേക്ക് മലയാളം കടത്തിവിടുമ്പോൾ അതൊരു മറ്റു ഭാഷയെ പോലെ തന്നെ ആക്രമിച്ചാണ് അവരുടെ മാനസികാവസ്ഥയെ കയറുന്നത് കുട്ടിക്കാലത്ത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം ഭാഷ ഒരു സംസ്കാരത്തെ രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നതിന് കൂടിയായിരുന്നു തന്തപ്പേര് ഞാൻ ശ്രമിച്ചത്. പുസ്തകങ്ങളിലേക്ക് കടക്കുമ്പോൾ ഭാഷ അല്ലെങ്കിൽ സാഹിത്യം എങ്ങനെയാണ് ലോകത്തെ കൂടുതൽ ഭംഗിയാക്കുന്നത്, മനോഹരമാക്കുന്നത് എന്ന് എപ്പോഴും ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ പുസ്തകക്കൂട്ടത്തെ, വായനാക്കൂട്ടത്തെ ഒന്നിച്ച് കാണാനും വായിക്കാനുമുള്ള ഒരു ഇടമാവട്ടെ ഇത് എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഉണ്ണികൃഷ്ണൻ ആവള.